കരിമാലൂർ ചെട്ടിക്കാട് പുളിയാമ്പിള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ക്ഷേത്രാചാര്യൻ കൊടുവഴങ്ങ സുഗുണൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപ്പക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. കരിമാലൂർ ചെട്ടിക്കാട് പുളിയാമ്പിള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഏപ്രിൽ 26 ഞായറാഴ്ച ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. പുളിയാമ്പിള്ളി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രാചാര്യൻ കൊടുവഴങ്ങ ശ്രീ സുഗുണൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പ്രതിഷ്ഠാദിന പരിപാടിയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, ഉച്ചപൂജ, നാഗങ്ങൾക്ക് നൂറും പാലും തുടങ്ങിയവ നടന്നു. തുടർന്ന് 11:30 ട്രസ്റ്റ് വാർഷിക പൊതുയോഗം നടന്നു. വൈകിട്ട് 5 സർവൈശ്വര്യ പൂജയും തുടർന്ന് താലം എഴുന്നള്ളിപ്പും ദീപാരാധനയും അത്താഴ പൂജയും നടന്നു. ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഐശ്വര്യാഭിവൃദ്ധികളും ആയുസാരോഗ്യവും തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. അമ്മേ നാരായണ. ചെട്ടിക്കാട് പുളിയാമ്പിള്ളി ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 30 വർഷം മുമ്പ് ഇതൊരു വൃക്ഷച്ചോട്ടിൽ വൃക്ഷമൂലത്തിൽ ഇത് നമ്മൾ ആചരിച്ചിരുന്ന കവളാചാര സമ്പ്രദായം ആചരിച്ചിരുന്ന കുട്ടികളാണ്. പിന്നീട് അതൊരു ചെറിയ തറകെട്ടി അവർ തന്നെ പ്രതിഷ്ഠിക്കുകയും കവളാചാരപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോരുകയും ചെയ്തു. പിൽക്കാലത്ത് അവരുടെ ഓരോ അനുഭവങ്ങളും ഇന്ന് കാണുന്ന ഈ ഐശ്വര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുള്ള മക്കൾക്കുണ്ടായിട്ടുള്ള ഐശ്വര്യങ്ങളും ഒക്കെ ഈ ദേവിയുടെ അനുഗ്രഹം എന്ന് പറയുന്ന വിശ്വാസം. അമ്മേ നാരായണ, ദേവി നാരായണ. ഞങ്ങളുടെ ഈ കുടുംബക്ഷേത്രത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളുടെ അച്ഛൻ, അമ്മ, അപ്പൂപ്പന്മാർ ഇവരെല്ലാം വളരെ ക്രൂരമായ രീതിയിൽ ചില കോഴിയെ കഴുത്തറുത്തുകൊണ്ട് നിവേദ്യം അർപ്പിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത് ഈ പുളിയാമ്പിള്ളി ഭഗവതി ക്ഷേത്രത്തിൽ. അപ്പം അതിനൊരു മാറ്റം വരണമെന്നുള്ള
ലക്ഷ്യത്തോടു കൂടി ഞങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും പുളിയാമ്പള്ളി ട്രസ്റ്റ് എന്ന നാമധേയത്തിൽ ഞങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയായിരുന്നു. എല്ലാ മലയാള മാസം 1-ാം തീയതി അവൽ നിവേദ്യം അവലും പഴവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിവേദ്യമാണ് ഇവിടെ നൽകാറുള്ളത്. ഒരുപാട് ഭക്തജനങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കാറുണ്ട്. അതൊരു അഭീഷ്ട സിദ്ധി കാര്യത്തിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ട്. അതനുസരിച്ച് എല്ലാ മാസവും കൃത്യമായിട്ട് മുടങ്ങാതെ തന്നെ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ഇത് കൃത്യമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ചൊവ്വയും വെള്ളിയും ഇവിടെ പ്രത്യേക പൂജകളുണ്ട്. അപ്പോഴും വരുന്ന അംഗങ്ങളുണ്ട് ഈ കുടുംബക്ഷേത്രത്തിൽ. ഇതൊരു ട്രസ്റ്റായിട്ട് ഞങ്ങൾ രൂപീകരിച്ച അതിനുശേഷം 40 കുടുംബങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്നുണ്ട്. മേടമാസത്തിലെ മകരനക്ഷത്രത്തിലാണ് എല്ലാ വർഷവും ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത്. അത് ഈ ട്രസ്റ്റിന്റെ കീഴിലുള്ള 40 കുടുംബങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ പങ്കെടുക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ ഭക്തജനങ്ങൾക്ക് വർഷക്കാലത്ത് ഇവിടെ ഇരുന്ന് വചന മുതലായ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പൊതുയോഗത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചുകൊണ്ടും അതുപോലെ താഴത്ത് ടൈം വിരിച്ചുകൊണ്ടും ഇതിന് ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം ഈ ട്രസ്റ്റ് കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അത് വരും വർഷങ്ങളിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് ദേവിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ വിദ്യാഭ്യാസ രംഗത്തും കലാകായിക രംഗത്തും മികവ് തെളിയിച്ച ട്രസ്റ്റ് അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു. തുടർന്ന് ട്രസ്റ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. நறுமுகையே நீ ஒரு நாழிகையில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வழிய கொற்ற பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றி தரள வாழ்க்காவடி சுமந்து ஓடினேன் ஒரு வாரங்கள் கடந்து ஆடினேன் அவன் ஆலயம் நுழைந்து பாடினேன் படி അവയുടെ